മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് മണ്ണ് നീക്കി തുടങ്ങിയതായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. മണ്ണ് മാറിയ ശേഷമേ പരിശോധന നടത്തൂ എന്നാണ് അവിടുന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. മേഖലയിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷാദ് വളാഞ്ചേരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജിഷാദ്, മലപ്പുറത്ത് ഈ പാണക്കാട് വലിയ തോതിലൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഗതാഗതം നിയന്ത്രിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലോട്ടും എത്തിയിരുന്നു. അവിടെ എത്തി പരിശോധന നടന്നിരുന്നു. എന്താണ് ഈ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? സെറ, മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് JCB ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ തുടങ്ങിയിട്ടുള്ളത്. മണ്ണ് നീക്കിയാലും വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കാലതാമസം എടുക്കും. അതായത് ഈ അനധികൃത മണ്ണ് എടുക്കലായിരുന്നു ഈ മണ്ണിടിച്ചിലിന് കാരണമായത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള പെർമിറ്റ് റദ്ദാക്കുമെന്നും അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് കഴിഞ്ഞ ദിവസം റോഡിൽ നിന്ന് മണ്ണ് നീക്കം ആരംഭിച്ചത്. ഇത് പൂർണ്ണമായി നീക്കം കഴിഞ്ഞിട്ടില്ല. പാറക്കല്ലുകളും മരങ്ങളും വന്ന് അടിഞ്ഞതിനാൽ മണ്ണ് നീക്കാൻ സമയമെടുക്കുമെന്നാണ് നമ്മളോട് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. മണ്ണ് നീക്കിയാലും ഈ ഗതാഗതം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ഇനി ഇവിടെ ഈ പ്രദേശത്ത് വന്ന് അതായത് മണ്ണിന്റെ ഘടനയും മറ്റു കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമാണ് ഇതിലോട്ടുള്ള ഗതാഗതം തുറന്നു കൊടുക്കുള്ളൂ. ഇപ്പോഴും കുന്നിൽ നിന്നും എപ്പോഴും നീരൊഴുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ആളുകളെ ഇപ്പോഴും മാറ്റിപ്പാർപ്പിച്ച ഒരു സ്ഥിതിയാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒറ്റപ്പെട്ട മഴ പല സ്ഥലങ്ങളിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. ജില്ലയിലെ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് സെറ. ജിഷാദ്, അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണോ ഇത്? ആളുകൾ അവിടെ നിന്ന് മാറാൻ റെഡി ആവുന്നുണ്ടോ? എന്തോരം കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഭാഗമാണിത്? അതുപോലെ കൂടുതൽ ഇനിയും ഇതുപോലെയുള്ള മണ്ണിടിച്ചിൽ ഭീഷണി ആ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടോ? സെറ, ഇവിടെ നിരവധി ആളുകളായിരുന്നു ഇവിടെ താമസമുണ്ടായിരുന്നത്. ഇവരെ എല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിരവധി, അതായത് ഇവർ പാണക്കാട് മറ്റേ ഗവൺമെന്റ് സ്കൂളിലാണ് ഇപ്പോൾ ഇവരുടെ ക്യാമ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ, വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ കുന്നും പുഴയും അടുപ്പിച്ചു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വേങ്ങരയിലെ ഈ കുന്നിടിച്ച പ്രദേശം. കാരണം റോഡ് ഉണ്ടായിരുന്നു, ആ റോഡിലേക്ക് ഈ മണ്ണ് വന്ന് പതിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ അടക്കം നിരവധി ആൾക്കാർക്ക് അന്ന് പരിക്ക് പറ്റിയിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് ഈ മണ്ണിടിച്ചിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടത്. അതായത് ഈ മണ്ണ് നീക്കം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗതം പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ കഴിയില്ല എന്നാണ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം ഇത് മണ്ണിന്റെ ഘടന പരിശോധിക്കാനുള്ള ആളുകൾ സ്ഥലത്തെത്തി മണ്ണ് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇതിലൂടെയുള്ള ഗതാഗതം തുറന്നു കൊടുക്കുക. അതുവരെ ഈ റോഡ് പൂർണ്ണമായും അടച്ചു കിടക്കും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന്റെ 200 മീറ്റർ തൊട്ടടുത്താണ് ഈ മണ്ണ് ഇടിഞ്ഞുള്ള അപകടം നടന്നത്. സെറ, ശരി, ജിഷാദാണ് നമ്മളുമായി വളാഞ്ചേരിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.